എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹോം ടിപ്സ് ആൻഡ് കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് കപ്പ കൊണ്ടുണ്ടാക്കുന്ന ഒരു മലബാർ വിഭവം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇതിന് കോഴിക്കാൽ എന്നാണ് പറയുന്നത്. ഇതിനായി കപ്പ കനം കുറച്ച് നീളത്തിൽ മുറിച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. തീരെ കനം കുറഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. തീരെ കനം കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഇത് പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. ഒരുപാട് കട്ടിയായിട്ടുണ്ടെങ്കിൽ വെന്ത് വരാനും ബുദ്ധിമുട്ടാണ്. കോഴിക്കാൽ ഉണ്ടാക്കുന്നതിന് വേണ്ടി ബാറ്റർ ഉണ്ടാക്കിയെടുക്കാം. ആദ്യം തന്നെ അരക്കപ്പ് അരിപ്പൊടി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അരക്കപ്പ് കടലമാവ്, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, 1 ടീസ്പൂൺ മുളക് പൊടി. ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിരിക്കുന്നത്. ഓരോരുത്തർക്കും അവരുടെ എരിവിനനുസരിച്ചുള്ള മുളക് പൊടി ഉപയോഗിക്കാം. വളരെ കുറച്ച് മഞ്ഞൾപ്പൊടി മാത്രമേ ഇവിടെ ഉപയോഗിക്കുന്നുള്ളൂ. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ഒന്ന് കൈകൊണ്ടാണ് മുറിച്ചിട്ട് കൊടുക്കുന്നത്. കൈകൊണ്ട് മുറിച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ മണവും ടേസ്റ്റും കിട്ടും. ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയും കൂട്ടുകൾ ഉപയോഗിച്ച് ബാറ്റർ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഏകദേശം 1 കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. വെള്ളം കുറേശ്ശെയായി ഒഴിച്ച് ബാറ്റർ ഉണ്ടാക്കിയെടുക്കാം. ഞാനിവിടെ ഒരു വിസ്ക് ഉപയോഗിച്ചാണ് ബാറ്റർ ഇളക്കിയെടുക്കുന്നത്. കട്ടയൊന്നും ഇല്ലാതെ വേണം ബാറ്റർ ഉണ്ടാക്കിയെടുക്കാൻ. സ്പൂൺ ഉപയോഗിച്ചോ കൈ ഉപയോഗിച്ചോ ബാറ്റർ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ബാറ്റർ കട്ടയൊന്നും ഇല്ലാതെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന കപ്പ ചേർത്ത് കൊടുക്കാം. കോഴിക്കാൽ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന പാത്രത്തിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇവിടെ വെജിറ്റബിൾ ഓയിലാണ് ഉപയോഗിക്കുന്നത്. വെളിച്ചെണ്ണയുള്ളവർക്ക് അത് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. കഷ്ണങ്ങളെല്ലാം കൂടിയിരിക്കുന്ന രീതിയിൽ ഇത് ഉണ്ടാക്കിയെടുക്കരുത്. ഇടയ്ക്ക് ഗ്യാപ്പ് വരുന്ന രീതിയിൽ വേണം ഇത് ഉണ്ടാക്കിയെടുക്കാൻ. നിങ്ങൾക്ക് ഈ വീഡിയോ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാൻ പറ്റും. ഇത് റെഡിയായി വരാൻ കുറച്ച് സമയമെടുക്കും. ഇടയ്ക്കൊന്ന് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കണം. കപ്പയുടെ ടേസ്റ്റൊക്കെ എല്ലാവർക്കും ഇഷ്ടമല്ലേ? ഇതുപോലെ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കണം. നിങ്ങൾക്കിതിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് ഇഷ്ടപ്പെടും. നല്ല ക്രിസ്പിയായി വരുമ്പോൾ ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഉണ്ടാക്കി ഉടനെ തന്നെ കഴിക്കുന്നതിനാണ് കൂടുതൽ ടേസ്റ്റ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇന്നത്തെ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂട്ടത്തിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അടുത്ത ദിവസം പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.